ഏറ്റവും പ്രിയപ്പെട്ട നെൽസൺ അച്ഛൻ, ഏറ്റവും പ്രിയപ്പെട്ട ടാണി ടീച്ചർ, സെൻറ് മേരീസ് സ്കൂളിനെ വലിയ ഔന്നത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റിലായിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഞാനൊരു അധ്യാപകനാണ്, അധ്യാപകരുടെ അധ്യാപകനാണ്. അധ്യാപകരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ചോദ്യങ്ങൾ ചോദിക്കും. അധ്യാപകരുടെ പ്രത്യേകത അവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ഈ ക്ലാസ്സിന്റെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചു പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനൊരു ലൈഫ് സ്കിൽ ട്രെയിനറാണ്, യൂട്യൂബറാണ്. 35,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചില ചോദ്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ചോദിക്കും, നിങ്ങളെ പെട്ടെന്ന് ഉത്തരം പറയണം. 2 പാഠങ്ങളാണ് ജീവിത വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ആ 2 പാഠങ്ങൾ നമ്മൾ ഇതിനിടയ്ക്ക് പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ പാഠം എന്താണ്? എല്ലാം പ്രാർത്ഥനയോടെ ആരംഭിക്കണം. ഇന്നത്തെ നിങ്ങൾ 10ാം ക്ലാസ് ആരംഭിച്ചത് മനോഹരമായ പ്രാർത്ഥനയിലൂടെ. സുന്ദരമായ ഗാനം പ്രാർത്ഥനയോടെ ആരംഭിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജോജു സാറിന്റെ ക്ലാസ് ആരംഭിച്ചത് എങ്ങനെ? പ്രാർത്ഥനയോടെ. പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. പ്രഭാതത്തിന്റെ താക്കോലും രാത്രിയുടെ ഓടാമ്പലുമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാതുറക്കന്റെ കൈ ഉയർത്തണം. മഹാത്മാഗാന്ധി, ഫാദർ ഓഫ് അവർ നേഷൻ. പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകുമായിരുന്നു എന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയാമെങ്കിൽ കൈ ഉയർത്ത്. മഹാത്മാഗാന്ധി. പ്രാർത്ഥന എന്റെ ജീവശ്വാസമാണെന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയാമെങ്കിൽ കൈ ഉയർത്ത്. മഹാത്മാഗാന്ധി. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്ന വിശുദ്ധ ബൈബിൾ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണേ, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഈ സമയത്ത് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാൻ. കോവിഡൊക്കെ വീണ്ടും ചെറുതായിട്ടൊക്കെ വന്നൊക്കെ തുടങ്ങി, ഡെങ്കിപ്പനിയൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ എങ്ങനെ പൊതിഞ്ഞു പിടിക്കണം. കൂട്ടുകാരനായിട്ട് കൂടെ എന്ത് ചെയ്യണം? നടക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ന്റെയും ജീവിത വിജയത്തിന്റെയും സീക്രട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് രണ്ടാമത്തത്? നല്ല ശ്രദ്ധ വേണം. ഒന്നാമത്തത് പ്രാർത്ഥന വേണം, രണ്ടാമത്തത് ശ്രദ്ധ വേണം. നോർത്ത് ഇന്ത്യയിലെ 2 കൊച്ചു കുട്ടികളെയാണ് നമ്മൾ കണ്ടത്. 2 പേർക്കും കൂടെ ഒരു ശരീരമേ ഉള്ളൂ. യൂറോപ്പിൽ അതുപോലെ 2 ചേട്ടന്മാരുണ്ട്, 2 പേർക്കും കൂടെ ഒരു ശരീരം. ജനിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച പോലും ജീവിക്കത്തില്ല. ഇപ്പൊ എത്ര വയസ്സായെന്നറിയാമോ? 60 വയസ്സ്. 2 പേർക്കും കൂടെ ഒരു ശരീരമേ ഉള്ളൂ. 2 തലയുണ്ട്. ഒരാൾ മറ്റേ ആൾക്ക് ഷേവ് ചെയ്ത് കൊടുക്കും. ഷേവിങ് മാത്രം എളുപ്പമാണ്, മറ്റേ ആൾ ഇയാൾക്കും ഷേവ് ചെയ്ത് കൊടുക്കും. രണ്ടാമത് കണ്ടത് ആരാണെന്നറിയാം? നിക്ക്. കൈ കാലില്ലാത്ത കഥാപാത്രമാണ്. 10 വയസ്സുള്ളപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പരിശ്രമിച്ചതാണ്. 10 വയസ്സുള്ളപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പരിശ്രമിച്ചു. വെള്ളത്തിലോട്ട് ഉരുണ്ട് വീണ് മരിക്കാൻ വേണ്ടി. പക്ഷെ ആളുകൾ വന്ന് പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പില് ചെറുതായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശക്തി വന്നു നിക്കിന്. നിക്ക് ആരായെന്നറിയാമോ? ലോക പ്രശസ്തനായ ഒരു ലൈഫ് സ്കിൽ ട്രെയിനർ. 70 രാജ്യങ്ങളിൽ വിമാനത്തിൽ പോയി ക്ലാസ് എടുത്തു. 3 കമ്പനികൾ തുടങ്ങി. 3 കമ്പനികളുടെ CEO ആണ്. പുള്ളിയുടെ കൂടെ 40 പേര് ജോലി ചെയ്യുന്നു. നിൽക്കുന്നൊരു കൈയ്യടി കൊടുത്തോ? വെരി ഗുഡ്, പെർഫെക്റ്റ്. റൂൾസ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇഫ് യു കീപ് ദ റൂൾസ് വിൽ കീപ് യു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് മരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. മരിച്ചില്ല. പുറത്തു വന്നപ്പോൾ ബുദ്ധി കുറഞ്ഞ കുട്ടിയായി പോയെങ്കിലോ, കണ്ണ് കാണാത്ത കേൾവി കേൾക്കാത്ത കുട്ടിയായി പോയെങ്കിലോ സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് വന്നു. കണ്ണ് കാണാത്ത കുട്ടികളും കേൾവിയില്ലാത്ത കുട്ടികളും പെർഫെക്റ്റ് അല്ല കേട്ടോ. സ്പെഷ്യൽ ചിന്തയാണ്. അവർക്ക് കണ്ണും കയ്യും കാതും ഒക്കെ ആവേണ്ടത് ആരാണ്? ബാക്കിയുള്ള കൂട്ടുകാരാണ്. ജീവിതയാത്ര നിങ്ങൾ ജീവിച്ച് പോകുമ്പം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കണം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ. ജോജു സാർ ഇവിടെ ഇങ്ങനെ നിൽക്കുക. ചിലപ്പോൾ നാളെ പത്രത്തിൽ ഒരു ബോക്സ് വാർത്തയായിട്ട് വരും. മാർക്കറ്റ് ട്രെയിനിങ് കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു, സെന്റ് മേരീസിൽ ഒരു ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നാലാഞ്ചരയ്ക്ക് പോകുന്ന വഴിയിലാണ് അപകടം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത. എല്ലാവരും, ജോജു മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ആ വാർത്താക്കുറിപ്പ് ഇരിപ്പുണ്ട്. വേണമെങ്കിൽ നാളെ എന്ത് ചെയ്യാം? വരാം. ഇന്നലെ രാത്രി ഉറങ്ങിയ പലരും രാവിലെ എന്ത് ചെയ്തില്ല? എണ്ണിച്ചിട്ടില്ല. രാത്രി ഉറങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്തു
പോയി, മരിച്ചുപോയി. താങ്ക്ഫുൾ ആയിരിക്കണം. താങ്ക്ഫുൾ ആയിരിക്കും. ദ സീക്രട്ട് എന്ന് പറഞ്ഞ ലോക പ്രശസ്തമായ മോട്ടിവേഷണൽ ബുക്ക് ഉണ്ട്. അതിനകത്ത് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാനുള്ള ടെക്നിക്ക് എന്താണെന്ന് അറിയാമോ? താങ്ക്ഫുൾ ആവുക. താങ്ക്ഫുൾ ആയാൽ നല്ലത് നമ്മുടെ അടുത്തോട്ട് എന്ത് ചെയ്യും? വരും. താങ്ക്ഫുൾ ആയാൽ നല്ലത് നമ്മുടെ അടുത്തോട്ട് വരും. എല്ലാവരോടും പകയോടെ എന്ന പേരിൽ ഇന്ത്യയിൽ എഴുതിക്കൊണ്ടിരുന്ന ഇന്ത്യയിലെ ലോക പ്രശസ്തനായ എഴുത്തുകാരന്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കൈ ഉയർത്ത്. ആർക്കും അറിയത്തില്ല. പുഷ്പന്ത് സിംഗ്. ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലിയുടെ എഡിറ്റർ ഒക്കെ ആയിരുന്നു. എല്ലാവരോടും പകയോടെ. കൂട്ടുകാരെ, അവിടെ വരികയാണ് നാലാമത്തെ പോയിന്റ്. ശ്രദ്ധിക്കണേ, നാലാമത്തെ പോയിന്റ്. ആരോടും പകയോടെ ജീവിക്കരുത്. എപ്പോഴും സന്തോഷത്തോടെ, പോസിറ്റീവായിട്ട്, സ്നേഹത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കണമെന്നുള്ളതാണ് ജീവിത വിജയത്തിന്റെ മൂന്നാമത്തെ, എക്സലൻസിന്റെ മൂന്നാമത്തെ തത്വം. നാലാമത്തെ തത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ശ്രദ്ധിക്കണേ, നാലാമത്തെ തത്വം വായന വേണം. ഷോർട്സ് കണ്ടാൽ പോരാ, സിനിമ കണ്ടാൽ പോരാ, ഡോക്യുമെന്ററി കണ്ടാൽ പോരാ. എന്ത് ചെയ്യണം? വായന വേണം. വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞത് ആരാന്ന് അറിയാവുന്നവരെ കൈ ഉയർത്ത്. മറക്കരുത്, കുഞ്ഞുണ്ണി മാഷ്. വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷ്. അപ്പൊ എന്ത് ചെയ്യണം? വായനയാണ് നാലാമത്തത്. പോയിന്റ്സ് കൃത്യമായിട്ട് ഓർത്തിരിക്കണേ. ഒന്നാമത്തത് എഴുതി വെക്കണേ. ഒന്നാമത്തത് പ്രാർത്ഥനയോടെ തന്നെ എല്ലാം തുടങ്ങണം. രണ്ട്, ശ്രദ്ധ വേണം. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ആക്കണം. എവിടെ വെച്ച്? എവിടെ വെച്ച്? ക്ലാസ്സിൽ വെച്ച്. ജോജു സാർ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ എവിടെ വെച്ച് മനസ്സിലാക്കണം? ഇവിടെ വെച്ച്, ഇപ്പോൾ തന്നെ. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് എന്താണ്? താങ്ക്ഫുൾ ആയിരിക്കണം. സ്കൂളിനോട്, മാതാപിതാക്കളോട്, എല്ലാവരോടും താങ്ക്ഫുൾ ആകണം. ദൈവത്തോട് താങ്ക്ഫുൾ ആകണം. നാലാമത്തെ പോയിന്റ് കൃത്യമായിട്ട് ലിസ്റ്റായിട്ട് എഴുതി വെക്കണം. എന്താ നാലാമത്തെ പോയിന്റ്? നിങ്ങൾ പറഞ്ഞ നാലാമത്തെ പോയിന്റ് എന്താണ്? വായന വേണം. കുഞ്ഞുണ്ണി മാഷിന്റെ കൊട്ടേഷൻ മറക്കരുത്. വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ശ്രദ്ധിക്കണേ കൂട്ടുകാരെ, A+ നേടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താ? തൊട്ട് മുമ്പത്തെ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. എന്നിട്ട് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളെല്ലാം നന്നായിട്ട് കാണാതെ പഠിക്കുക. എന്ത് കിട്ടും? എന്ത് കിട്ടും? A+ കിട്ടും. പക്ഷെ അത് നല്ല A+ അല്ല. നല്ല A+ അല്ല. അത് ആ ഉത്തരങ്ങളെല്ലാം മറന്നു പോകും. 2 മാസം 3 മാസം കഴിയുമ്പോൾ ഒന്നുപോലും ഓർമ്മ കാണത്തില്ല. നിങ്ങൾ പഠിച്ചിട്ട് പരീക്ഷ എഴുതിയിട്ട് എല്ലാം മറന്നുപോയതിനു ശേഷം എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് വിദ്യാഭ്യാസം. നിങ്ങൾ പഠിച്ചിട്ട് പരീക്ഷ എഴുതിയിട്ട് മാർക്ക് മേടിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റൈൻ. Education is what remains in you after you have forgotten what you have learned. അതിനെന്താ മാർഗം? പാഠപുസ്തകങ്ങൾ വായിക്കണം. കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാൻ ആരുണ്ട്? കാടറിയാ കിളി കഥയറിയാ കിളി കരളാലൊരു ചോദിച്ചു. കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാൻ ആരുണ്ട്? കവിത പാടണം, പഠിക്കണം. അതല്ലാതെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം എന്ത് ചെയ്താൽ പോരാ, പഠിച്ചാൽ പോരാ. I wandered lonely as a cloud that floats on high over vales and hills, when all at once I saw a crowd, a host of golden daffodils beside the lake, beneath the trees, fluttering and dancing in the breeze. Daffodils വായിക്കണം. ക്വസ്റ്റ്യൻ ആൻസർ കാണാതെ പഠിച്ചാൽ പോരാ. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു കഥാപാത്രം പറഞ്ഞു, റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ, റീഡിംഗ് മേക്സ് എ ഫുൾ വുമൺ. പൂർണ്ണതയുള്ള ഒരു ആൺകുട്ടി, മിടുമിടുക്കിയായ ഒരു പെൺകുട്ടി ആകണോ? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് താക്കോൽ എന്താണ്? വായന. വായനയാണ് പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, സന്തുലിതമായ വ്യക്തിത്വം സൃഷ്ടിക്കുന്നത്. വിങ്സ് ഓഫ് ഫയർ വായിച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അഗ്നിച്ചിറകുകൾ ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചില്ലെങ്കിൽ ജീവിതം ഒരു സത്യാന്വേഷണ പരീക്ഷണമാണെന്ന് എന്ത് ചെയ്യില്ല? അറിയില്ല. കവചം ത്യജിക്കാം, ഹൃദയ കമലം തുറക്കാം. അഗസ്ത്യ ഹൃദയം എന്ന
ഹൃദയത്തിനകത്തൊരു കമലമുണ്ട്, അത് തുറക്കേണ്ടതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, അറിയില്ല. കണ്ണടകൾ വേണം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു. കണ്ണടകൾ വേണം. വായിച്ചില്ലെങ്കിൽ മുരുകൻ കാട്ടാക്കട അറിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, പൂർണ്ണത ഉണ്ടാകില്ല. ഒരു കുട്ടി അച്ഛനോട് ചോദിച്ചു, ആര് ഞാനാകണം, ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിൽ ആരാകിലും നല്ലതെന്നുത്തരം. അച്ഛൻ പറഞ്ഞു, നീ ആരായാലും കുഴപ്പമില്ല, നീ ആരായാലും കുഴപ്പമില്ല. ഏബ്രഹാം ലിങ്കന്റെ ഫാദർ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. ഏബ്രഹാം ലിങ്കൺ അമേരിക്കയിലെ പ്രസിഡന്റ് ആയപ്പം ഏബ്രഹാം ലിങ്കൺ പ്രസംഗമൊക്കെ കഴിഞ്ഞിരുന്നപ്പോ അമേരിക്കയുടെ പാർലമെന്റിലെ ഒരാള് ഒരു ചെരുപ്പുമായിട്ട് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ പ്രസിഡന്റിന്റെ അപ്പൻ തുന്നി തന്ന ചെരുപ്പാണ്. എന്തൊരു കഷ്ടം, നമ്മുടെ അമേരിക്കയെ ഭരിക്കുന്നത് ഒരു ചെരുപ്പൂത്തിയുടെ അപ്പനാണല്ലോ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും സൈലന്റ് ആയി. പാർലമെന്റ് മുഴുവൻ എല്ലാവരും അസ്വസ്ഥരായി. ഒരാൾ മാത്രം ചിരിച്ചുകൊണ്ടിരുന്നു. ആര്? ഏബ്രഹാം ലിങ്കൺ. മെല്ലെ ഏബ്രഹാം ലിങ്കൺ എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് എന്റെ അപ്പൻ തുന്നിയ ചെരുപ്പ്? പുള്ളി പറഞ്ഞു, ചെരുപ്പ് പക്ക, A++. കുറേ നാളായി ഞാനിത് വാങ്ങിച്ചിട്ട് ഇതുവരെ എന്തില്ല, ഒരു കേടുപാടുമില്ല, നന്നായിട്ടിരിക്കുന്നു, നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഏബ്രഹാം ലിങ്കൺ പറഞ്ഞു, ചെരുപ്പ് കുത്തുന്ന എന്റെ അപ്പൻ ഒരു ഡോക്ടർ ഹൃദയത്തിന്റെ സർജറിയിൽ സ്റ്റിച്ച് ഇടുന്നത് പോലെയാണ് ചെരുപ്പിൽ എന്ത് ചെയ്യുന്നത്, സ്റ്റിച്ച് ഇടുന്നത്. ഒറ്റ സ്റ്റിച്ച് പോലും തെറ്റില്ല, മാറിപ്പോകത്തില്ല. അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നത്. എന്റെ അച്ഛനും ഞാനും ഒക്കെ അങ്ങനെയാണ്. എല്ലാം ശ്രദ്ധിച്ച് നന്നായേ ചെയ്യൂ. അത് ചെരുപ്പ് തുന്നാനാണെങ്കിലും അമേരിക്കയെ ഭരിക്കാനാണെങ്കിലും എന്ന് പറഞ്ഞപ്പോ പാർലമെന്റിലെ മുഴുവൻ ആളുകളും എഴുന്നേറ്റ് നിന്ന് നിർത്താതെ കരഘോഷം, സ്റ്റാൻഡിംഗ് ഒവേഷൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ മലയാളം വായിക്കണം, ഇംഗ്ലീഷ് വായിക്കണം, സയൻസിന്റെ പാഠപുസ്തകങ്ങളെല്ലാം വായിക്കണം. മനസ്സിലധികം കറക്റ്റായിട്ട് കിട്ടാത്ത കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിനോട് ഡൗട്ട്സ് ചോദിക്കണം. ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു പഠിക്കണം. അത് കൂടാതെ യൂട്യൂബിൽ കയറി നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ യൂട്യൂബിലും എന്ത് ചെയ്യണം, നോക്കണം. അതല്ലാതെ കോമഡി കാണാനും റീൽസ് കാണാനും ഒന്നും അല്ല യഥാർത്ഥത്തിൽ യൂട്യൂബ്. അതൊക്കെ വേണം, വിശ്രമം വേണം. കുറച്ച് പുട്ടിനിടയ്ക്ക് തേങ്ങാപ്പീര പോലെ 15-20 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ 3-4 മിനിറ്റ് വിശ്രമം വേണം കേട്ടോ. ഫുൾ ടൈം പഠിക്കരുത്. ഓൾ സ്റ്റഡി ആൻഡ് നോ പ്ലേ വിൽ മേക്ക് ജാക്ക് എ ഡൺ ബോയ്. ഫുൾ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡള്ളായി പോകും. വേണം. പക്ഷെ ഒരു 20 മിനിറ്റ്, 25 മിനിറ്റ്, 30 മിനിറ്റ് കോൺസെൻട്രേഷനോടുകൂടെ പഠിച്ചിട്ട് പിന്നെ ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് എടുക്കണം. അമ്മയ്ക്ക് പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം. മിറ്റത്തെ ചെടികൾക്കൊക്കെ എന്ത് ചെയ്യണം, വെള്ളം ഒഴിക്കണം. താല്പര്യമാണെങ്കിൽ വേണമെങ്കിൽ ഒരു ചിരി ബമ്പർ ചിരിയിലെ ഒരു കുഞ്ഞു കോമഡിയും എന്ത് ചെയ്യാം, കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വായിച്ച് വളരണം. വായിച്ച് വളരണം എന്ന് പറഞ്ഞത് ആരാണ്? വായിച്ച് വളരണമെന്ന് പറഞ്ഞത് ആരാണ്? ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് PN പണിക്കർ. വായിച്ചാലേ എന്ത് ചെയ്യൂ, വളരൂ. കുഞ്ഞുണ്ണി മാഷും PN പണിക്കർ സാർ നമ്മളോട് പറയുവാണ്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെയൊക്കെ പിതാവായ PN പണിക്കർ സാർ പറയുവാണ്, വായിക്കുമ്പോഴാണ് നമ്മൾ ഷേക്സ്പിയറിന്റെ മനസ്സിലൂടെയും ഏബ്രഹാം ലിങ്കന്റെ മനസ്സിലൂടെയും മഹാത്മജിയുടെ മനസ്സിലൂടെയും APJ അബ്ദുൽ കലാമിന്റെ മനസ്സിലൂടെയും ഒക്കെ നമ്മൾ മൂവ് ചെയ്യുന്നത്. വായിക്കാത്തവർ ഒറ്റ ജീവിതമേ ജീവിക്കൂ, വായിക്കുന്നവർ 1000 ജീവിതം ജീവിക്കും എന്നൊരു ചൊല്ലുണ്ട്, ഒരു കോട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഷേക്സ്പിയറിനെ വായിക്കുമ്പോൾ നമ്മൾ ഷേക്സ്പിയറിന്റെ ജീവിതം കൂടെ ജീവിക്കും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വായന. അതാണ് 4ാമത്തെ പോയിന്റ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരു ജാഗ്രത ഉണ്ടാകണം. എവിടെ ഒരു വേസ്റ്റ് പേപ്പർ കിടക്കുക, എടുത്ത് അന്നേരം വേസ്റ്റ് ബോക്സിലോട്ട് ഇടണം. ടോയ്ലറ്റിലോട്ട് പോവാ, ചെന്നപ്പോ നല്ല സ്മെല്ല്, മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച് പെട്ടെന്ന് പോയി യൂറിൻ പാസ് ചെയ്തിട്ട് മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച് ഓടരുത്. ചെല്ലുമ്പോഴേ 2 മഗ് വെള്ളം എന്ത് ചെയ്യണം, ഒഴിക്കണം. എന്നിട്ട് യൂറിൻ പാസ് ചെയ്തിട്ട് വീണ്ടും 2 മഗ് വെള്ളം കൂടെ എന്ത് ചെയ്യണം, ഒഴിച്ചിട്ട് പോകണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ചെല്ലുന്ന സ്ഥലം, അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ചെന്നതിനേക്കാൾ മനോഹരമാക്കിയിട്ട് എന്ത് ചെയ്യാവൂ, പോകാവൂ. വളരെ ഇമ്പോർട്ടൻ്റ് 5ാമത്തെ എക്സലൻസിന്റെ ടിപ്പാണ്. കിട്ടുന്ന അവസരങ്ങളെല്ലാം എന്ത് ചെയ്യണം, പെട്ടെന്ന് ഉപയോഗിക്കണം. അപ്പൊ ഞാന് ഒരു ഇന്ത്യയിലെ ഏറ്റവും മിടുമിടുക്കനായ ഒരു IAS ഓഫീസർ ആയിരുന്ന ഒരു അൽഫോൺസ് കണ്ണന്താനം
only dash. ഡാഷ് അല്ല, 4 അക്ഷരമുള്ള ഒരു ഇംഗ്ലീഷ് വാക്കാണ്. ഓക്കെ, ബുക്ക് താത്ത് വെച്ചോ. ഫിയർ, ഓൺലി ഫിയർ. ആ ഫിയർ എഴുതിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈവർത്ത്. മിടുമിടുക്കിൽ ഏതാനും ആളുകളുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, ഒരു അവയവം ഉണ്ടോന്ന്. ഒരു അവയവം ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കുണ്ടോ. ബാക്കിൽ നല്ലൊരു നട്ടെല്ലുണ്ടോ. ഉള്ളവർ ഓടി വരണം. അപ്പൊ ഞാൻ ഒരു ചാൻസ് കൂടെ തരാം. സെന്റ് മേരീസിൽ 1300 കുട്ടികളുടെ ഇടയിൽ മിടുക്കർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 5 പേരെ എണ്ണ, 5 പേര് മതിയിരിക്കും. 1 2 വെരി ഗുഡ്. 2 3 പെട്ടെന്ന് പെട്ടെന്ന്. വെരി ഗുഡ്. 4 5 പേരെ എണ്ണോ. 5 പേർക്ക് ചാൻസ് ഉണ്ട്. ഇനി പോരെ, എൻ്റെ അടുത്ത് പോരെ. 4 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതാണ് അവിടെ ഒരു മിടുമിടുക്കൻ വരുന്നത്. ഒരു മോള് കൂടെ. മോനെ പോരെ, മോനെ പെണ്ണി പോരെ. 6 പേരായി. വെരി ഗുഡ്. കൊള്ളാം. ഇവർക്ക് ഒരു നല്ല കൈയടി കൊടുക്കും. എൻ്റെ അടുത്തോട്ട് വന്നിരുന്നോ. എൻ്റെ അടുത്തോട്ട് ചെറിയ കൈയടി പോരാ, ഈ മിടുക്കർക്ക് നല്ല കൈയടി വേണം. ചെറിയ കൈയടി പോരാ, അടിപൊളി കൈയടി വേണം ഇവർക്ക്. ഒരവസരം വരുമ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരെ പേടിച്ച് മാറി നിൽക്കാതെ ചാടി ഇറങ്ങും. നിങ്ങളെല്ലാവരും എഴുന്നേറ്റോ, എഴുന്നേറ്റ് നിന്നോ. ഞങ്ങളെക്കാട്ടിൽ നന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും പ്രസംഗിക്കുമെന്നാണ് ഞങ്ങൾ നോക്കുന്നത് കേട്ടോ. വളരെ പവർഫുൾ ആയിട്ട് ജോജി തന്നെ നിങ്ങൾ തോപ്പിക്കണം കേട്ടോ. ജോജി തന്നെ നിങ്ങൾ തോപ്പിക്കുമോ? മക്കളെ തോപ്പിക്കും. തെറ്റ് മിടുമിടുക്കി എന്നെ തോപ്പിക്കണം കേട്ടോ. തുടങ്ങാം തുടങ്ങാം. അത് നന്നായിട്ട് പ്രസംഗിക്കണം. റെഡി? സ്നേഹമുള്ള ടീച്ചർ. കൈയൊക്കെ എടുത്ത് ഭയങ്കര പവർഫുൾ ആയിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ പോരാ. A+ ആണ്. റെഡി? സ്നേഹമുള്ള ടീച്ചർ. കൈയൊക്കെ എടുക്കാൻ എന്തൊരു പാടെന്ന് കണ്ടോ. അതായത് പറഞ്ഞു ഇനിഷ്യേറ്റീവ്. ചാടി ഇറങ്ങുന്ന ഒരു കാര്യം വരുമ്പോ ആ കൊച്ചുകുട്ടി ചാടി ഇറങ്ങിയത് കണ്ടോ. എല്ലാവരും കൈ ഒന്ന് ഉയർത്ത്, കൈ നല്ലപോലെ ഒന്ന് ഉയർത്ത്, എന്നൊക്കെ ഒന്ന് വീശ്, ഒന്ന് വിരലനക്ക്, ഒന്ന് വിരലനക്ക്. വെരി ഗുഡ്. തുടങ്ങാം തുടങ്ങാം. നന്നായിട്ട്, എന്നെക്കാട്ടിൽ നന്നായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അടിച്ചു പൊളിക്കണേ. റെഡി? കൈ ഇങ്ങനെ വെച്ചോ, കൈ ഇങ്ങനെ വെച്ചോ. കൈ താഴോട്ടിടരുത്. താഴോട്ടിടുന്നത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. കൈ എപ്പോഴും മുകളിലിരിക്കണം. തുടങ്ങാം. സ്നേഹമുള്ള ടീച്ചർ. ശബ്ദം വരട്ടെ, ശക്തി വരട്ടെ, കൈയൊക്കെ നല്ല പാവം. സ്നേഹമുള്ള ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. റെഡി? സെന്റ് മേരീസിലെ ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളിലെ കുട്ടികളല്ലേ നിങ്ങൾ? അടിച്ചു പൊളിക്കും. റെഡി? സ്നേഹമുള്ള ടീച്ചർ. നന്നായിട്ട് കൈ എടുക്കും. ബോയ്സ് ആണോ ഗേൾസ് ആണോ നന്നായിട്ട് ചെയ്യുന്നത് ഞാനിപ്പോ പറയാം. കൈയൊക്കെ നന്നായിട്ട് എടുത്ത് നല്ല എനർജറ്റിക് എടുത്ത് തലയൊക്കെ കുളിക്കും. ഭയങ്കര. ഒന്നും കൂടെ. റെഡി? സ്നേഹമുള്ള ടീച്ചർ. എന്റെ കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജീവിത വിജയം. തോമസ് ആൽവാ എഡിസൺ പറഞ്ഞു. കൈയൊക്കെ എടുക്കാതെ നമുക്ക് ഒരിക്കലും നമുക്ക് എന്താ ഒരു ഇന്റർവ്യൂവിന്, ക്യാമ്പസ് ഇന്റർവ്യൂവിന് ജയിക്കത്തില്ല. ക്യാമ്പസിന്റെ നിങ്ങൾ ജയിക്കും ഗേൾസ് കേട്ടോ. അവരെ കൈയൊക്കെ എടുക്കാൻ പറ്റും. റെഡി? നന്നായിട്ട് കൈയൊക്കെ എടുത്ത് വളരെ പവർഫുൾ ആയിട്ട് ചെയ്യണം. റെഡി? അപ്പൊ തോമസ് ആൽവാ എഡിസൺ പറഞ്ഞു. തോമസ് ആൽവാ എഡിസൺ പറഞ്ഞു ജീവിത വിജയം 99% വിയർപ്പ്, 1% മറ്റ് ഘടകങ്ങൾ. കഠിനാധ്വാനം ചെയ്താൽ താങ്കൾ വിജയിക്കുക തന്നെ ചെയ്യും. ഞാൻ തയ്യാർ. നിങ്ങളോ? നന്ദി, നമസ്കാരം. പ്രസംഗം ഒരു E ഗ്രേഡാണ് കേട്ടോ. DE ഒക്കെ. നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. ഇരിക്കണ്ട, നിന്നാ മതി. നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. ഒട്ടും ഒരു ശക്തിയില്ല. കുറെ കൈയൊക്കെ നന്നായിട്ട് എടുക്കണം കേട്ടോ. കൈയൊക്കെ എടുത്ത് പേടിക്കണം. അപ്പൊ ഒരു കുഞ്ഞ് പ്രസംഗം കൂടെ പഠിപ്പിക്കാം പെട്ടെന്ന്. റെഡി? നന്നായിട്ട് ചെയ്യണേ. ഫ്രണ്ടിലൊക്കെ നിൽക്കുന്ന മോള് കൈ കെട്ടി നിൽക്കരുത്. കൈയൊക്കെ എടുത്ത് നല്ല പവർഫുൾ ആയിട്ട്. കൈ താഴോട്ട് പോകരുത്. അത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കേട്ടോ. തുടങ്ങാം. സ്നേഹമുള്ള ടീച്ചർ. ശബ്ദമില്ല, ഉറക്കെ പറ. സ്നേഹമുള്ള ടീച്ചർ. കൈയെടുക്ക. എല്ലാവരും കൈയെടുത്ത് നന്നായിട്ട് കേട്ടോ. റെഡി? നിങ്ങൾ നിങ്ങളെ തന്നെ തോപ്പിക്കരുത് കേട്ടോ. പെട്ടെന്ന്. റെഡി? 1 2 3 സ്റ്റാർട്ട്. സ്നേഹമുള്ള ടീച്ചർ. എന്റെ കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മാതാപിതാക്കളെ പറ്റിയാണ്. ദൈവം 2 സമ്മാനങ്ങൾ തന്നു. അച്ഛൻ, അമ്മ.
എന്ത് കിട്ടും? ദീർഘായുസ്സുണ്ടാകും, നന്മ വരും, മാതാപിതാക്കളെ സ്നേഹിക്കാൻ, മാനിക്കാൻ ഞാൻ തയ്യാർ. നിങ്ങളോ? നന്ദി, നമസ്കാരം. നല്ല ഒരു കൈയടി ഇങ്ങോട്ട് ഇവർക്ക്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചാടി ഇറങ്ങണം. ഇനിഷ്യേറ്റീവ് വേണം. ഇനിഷ്യേറ്റീവ് ഉള്ളവർക്ക് വിജയിക്കാൻ പറ്റൂ. അപ്പൊ ആറാമത്തെ പോയിന്റ് എന്താണ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആറാമത്തെ പോയിന്റ് എന്താണ്? എക്സലൻസിന്റെ ആറാമത്തെ പോയിന്റ്, മാതാപിതാക്കളെ മാനിക്കണം. മാതാപിതാക്കളെ മാനിച്ചാൽ രണ്ട് കാര്യങ്ങൾ കിട്ടും. എന്തൊക്കെ കിട്ടും? ദീർഘായുസ്സുണ്ടാകും, നന്മ വരും. മാതാപിതാക്കളെ മാനിച്ചാൽ ദീർഘായുസ്സുണ്ടാകും, നന്മ വരും. നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യണം. അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണ് നനയിക്കരുത്. കണ്ണ് നനയിക്കരുത്. അച്ഛൻ്റെ അമ്മയുടെയും കണ്ണ് നനയിക്കരുത്. ഏറ്റവും സ്നേഹമുള്ളവരെ, 9 മാസവും 9 ദിവസവും നമ്മളെ വയറിനകത്തിട്ട് കിടന്നു. പാവം ഈ അമ്മ. നമ്മൾ കഴിച്ചതിൻ്റെയൊക്കെ നല്ലതെല്ലാം ആര് വലിച്ചെടുത്തു? അമ്മ കഴിച്ചതിൻ്റെ നല്ല അംശങ്ങളെല്ലാം ആര് വലിച്ചെടുത്തു? നമ്മള്. അമ്മയ്ക്കൊന്നും കിട്ടിയില്ല. അമ്മ വാടിപ്പോയി, കഴുത്തെല്ലാം കറുത്തു, മുഖമെല്ലാം വിളറി, ക്ഷീണിച്ചു, കാലിലെയൊക്കെ ഞരമ്പുകളൊക്കെ ഹാജർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നു. വെരിക്കോസ് പ്രോബ്ലം ഒക്കെ വന്നു അമ്മയ്ക്ക്. 9 മാസവും 9 ദിവസവും വയറിങ്ങനെ നിറഞ്ഞിരിക്കുമ്പോ തിരിഞ്ഞു കിടക്കാൻ പറ്റുമോ? തെന്നി വീഴാതെ സൂക്ഷിച്ചാ നടക്കുന്ന അമ്മമാര്. കാരണം വയറ്റിൽ ആരിയ്ക്കുന്നു? നമ്മളിരിക്കുന്നു. നല്ലപോലെ ഫുൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ചരിഞ്ഞ കിടപ്പ്. കുറെ നേരം കഴിയുമ്പോ ഈ ഭാഗമെല്ലാം വേർക്കും. അപ്പൊ എന്ത് ചെയ്യും? തിരിഞ്ഞു കിടക്കണം. എങ്ങനെ തിരിഞ്ഞു കിടക്കും? വലിയ ഭാരമല്ലേ. അപ്പൊ മെല്ലെ വയറ് പൊക്കിയെടുത്ത് എഴുന്നേറ്റിരുന്ന് വയറ് പൊക്കിയെടുത്ത് മടിയിലോട്ട് വെച്ച് പിന്നെ മെല്ലെ വലത്തെ സൈഡിലോട്ട് ചരിയും. അങ്ങനെയൊക്കെയാ കിടക്കുന്നേ. അവസാനം 9 മാസം 9 ദിവസം കഴിഞ്ഞ് പ്രസവം. ലോകത്തെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ് എന്ത്? പ്രസവം. ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മടി പിടിച്ച് അകത്ത് കിടക്കും. അവസാനം ഡോക്ടർ, നേഴ്സും എല്ലാം കൂടെ വയറെല്ലാം തള്ളി അമ്മ ഭയങ്കരമായിട്ട് പരിശ്രമിച്ച് ബ്ലിക്കോ എന്ന് പറഞ്ഞ് പുറത്തു വരും. നമ്മള് എങ്ങനെ കീ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടാ വരുന്നത്. ഉടനെ അമ്മ എടുത്ത് നെഞ്ചത്തോട്ട് വെച്ച് പാല് തരും. അമ്മയുടെ ചോരയാണ് അമ്മയുടെ പാല്. വയറ് നിറച്ച് പാല് കുടിച്ച് കഴിയുന്നു. നമ്മളൊരു ഏപ്പക്കം വിടുന്നു. അവിടെ കിടന്ന് ഒറ്റ ഒരു ഉറക്കം. കുറെ നേരം കഴിയുമ്പോ കീന്നൊരു ശബ്ദം. വിശക്കുന്നു, വീണ്ടും ഉണരുന്നു, വീണ്ടും ചോരപ്പാല് കുടിക്കുന്നു, പോത്തുപോലെ കിടന്നുറങ്ങുന്നു. കുറെ നേരം കഴിയുമ്പോ അടുത്ത കരച്ചില്. പെട്ടെന്ന് ഉണരുന്നു, പാല് കുടിക്കുന്നു, പോത്തുപോലെ കിടന്നുറങ്ങുന്നു. കുറെ നേരം കഴിയുമ്പോ ഒരു സൗണ്ട്. കുടിച്ച പാലെല്ലാം എന്ത് ചെയ്ത്? പെടുത്ത് നിക്കറെല്ലാം എന്ത് ചെയ്തു? തുണിയെല്ലാം നനഞ്ഞു. ഉടനെ അമ്മ തുണിയെല്ലാം മാറ്റി, എല്ലാം വൃത്തിയാക്കി, എല്ലാം തുടച്ച് പൗഡറൊക്കെ ഇട്ട് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് വീണ്ടും പാല്. വീണ്ടും 2-3 തവണ പാല് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ് കുടിച്ച പാലെല്ലാം പുറകിലൂടെ. കുടിച്ചത് പാലാണെങ്കിൽ ഭയങ്കര സ്മെല്ലാണ്. അമ്മ അതെല്ലാം തുടച്ചെല്ലാം വൃത്തിയാക്കി വീണ്ടും പാല്. ഉറക്കം, ഷൂ, ഉറക്കം. ഇതായിരുന്നു 6 മാസത്തെ പരിപാടി. തിരിഞ്ഞു കിടക്കാൻ പോലും അറിയത്തില്ല. ചത്തതുപോലെ ഇങ്ങനെ കിടക്കും. എവിടെയെങ്കിലും വെച്ചാൽ അവിടെ എന്ത് ചെയ്തോളും? കൈകാലം വെച്ച് അവിടെ കിടന്നു. ആരും ഒന്നും കാണാൻ പറ്റത്തില്ല. അമ്മയൊക്കെ എങ്ങനെയാ തിരിച്ചറിയുന്നത്? മണത്തിലൂടെ തിരിച്ചറിയുന്നത്. ഒന്നും കാണത്തില്ല. ജനിച്ചു വീഴുമ്പോൾ കാഴ്ചയില്ല, ബ്ലേഡ് ആയിട്ട് ഇങ്ങനെ കാണും. അമ്മയുടെ മണമാണ് കുഞ്ഞ് എന്ത് ചെയ്യുന്നത്? തിരിച്ചറിയുന്നത്. അങ്ങനെ 6 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? മെല്ലെ കമഴ്ന്ന് വീണ് എഴഞ്ഞ് പിന്നെ പല്ല് തേക്കാൻ പഠിപ്പിച്ച്, ബട്ടൺസ് ഇടാൻ പഠിപ്പിച്ച്, ഷൂസിന്റെ ലേസ് കെട്ടാൻ പഠിപ്പിച്ച് ഇത്രയും ലെവലിലാക്കി, നല്ല ലെവലിലാക്കി കഴിയുമ്പോൾ നമ്മൾ കൊച്ചു കാര്യത്തിന് എന്ത് ചെയ്യും? ദേഷ്യപ്പെടും. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം, ദോശ വേറൊന്നുമില്ല ഇവിടെ. ദോശയ്ക്ക് സാമ്പാർ അറിയത്തുള്ളോ? എന്തിത്? എന്റെ ഫ്രണ്ട്സിന്റെ എവിടെ പോകണം ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട പടി വേറൊന്നും അറിയത്തില്ലേ പറയാൻ. പിണങ്ങി ഭക്ഷണം കഴിക്കാതെ മാറിയിരിക്കും. അങ്ങനെ അമ്മ എടുത്ത് പിണങ്ങിയിട്ടുള്ളവര് കൈ ഉയർത്ത്. ജോയ് സാർ ആദ്യമേ കൈ ഉയർത്തി. പിണങ്ങി ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുള്ളവർ 2 കൈ ഉയർത്ത്. ജോയ് സാർ 2 കൈ ഉയർത്തി ആദ്യമേ. അമ്മയുടെ കണ്ണ് നനയിക്കരുത്.
അമ്മയുടെ കണ്ണ് നനയിക്കരുത്. എൻ്റെ അമ്മ പൊന്നമ്മ, പാല് തരുമമ്മ, നല്ലമ്മ, സ്നേഹമമ്മ, ക്ഷമയമ്മ, ഭാരതത്തിൽ കാണപ്പെടുന്ന ദൈവമമ്മ. അമ്മയുടെ കണ്ണ് നനയാൻ ഇടയാവരുത്. ഒരിക്കലും അമ്മയുടെ കണ്ണ് നനയിക്കാതെ പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാരെ നമുക്ക് മുന്നോട്ട് പോകണം. അമ്മയ്ക്ക് 3 സമ്മാനങ്ങൾ കൊടുക്കണം. 1, അമ്മയുടെ കണ്ണ് നനയ്ക്കരുത്. 2, ഫുൾ A+ വാങ്ങിച്ചു കൊടുക്കണം. നല്ല റിസൾട്ട് വാങ്ങിച്ചു കൊടുക്കണം. അമ്മ ഒന്ന് സന്തോഷിക്കട്ടെ. പാവം വീട്ടു ജോലിക്കൊക്കെ പോയി, രാവിലെ ഒരു ജോലി, വൈകുന്നേരം ഒരു ജോലി, പല ജോലിക്ക് പോയി, പകലത്തെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഓട്ടോ ഓടുന്ന അച്ഛന്മാര്, അപ്പന്മാര് ഒക്കെ ഇല്ലേ കഷ്ടപ്പെടുന്ന? അവർക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? നല്ല റിസൾട്ട് കൊടുക്കണം. അതിനെക്കാട്ടിൽ പ്രധാനപ്പെട്ട 3ാമത്തെ കാര്യം, എല്ലാരെ കൊണ്ട് നല്ല കുഞ്ഞാണെന്ന് എന്ത് ചെയ്യണം? പറയിപ്പിക്കണം. എല്ലാരെ കൊണ്ട് നല്ല കുഞ്ഞാണെന്ന് പറയിപ്പിക്കണം. പല സാഹചര്യങ്ങളും പല ആളുകളും നമ്മുടെ അടുത്ത് തെറ്റായ സാധനങ്ങളുമായിട്ട് എന്ത് ചെയ്യും? വരും. ഒരു കാരണവശാലും ഉപയോഗിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഡൽഹിയില് ഒരു ബസ് ഇങ്ങനെ പോവായിരുന്നു. ഒരു യുവതി കൈ കാണിച്ചു. അപ്പൊ ആ യുവതിയെ ബസ്സിനകത്തോട്ട് കയറ്റി. ബസ്സിനകത്ത് കയറ്റി കഴിഞ്ഞ് ഷട്ടർ എല്ലാം ഇട്ടു. 5-6 ചെറുപ്പക്കാരാണ്. അതിൽ ഒരു കുട്ടിക്ക് 16 വയസ്സേ ഉള്ളൂ, കൊച്ചു കുട്ടി. ആ ചെറുക്കന്മാരെല്ലാം കൂടെ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു. ഒരു സ്ക്രൂ ഡ്രൈവർ പോലുള്ള കമ്പിയൊക്കെ എടുത്ത് പൊക്കിനകത്തൂടെ കുത്തിക്കയറ്റി. കുടല് മുഴുവൻ മുറിഞ്ഞു പോയി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കൊണ്ടുചെന്ന് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു 95% കുടലും മുറിഞ്ഞു പോയി. ഭയങ്കര കെയർ, ശ്രദ്ധയൊക്കെ കൊടുത്തു. പക്ഷെ 5ാം ദിവസം മരിച്ചുപോയി ഡൽഹിയില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആരെങ്കിലും 15 വയസ്സുള്ള നിങ്ങളെ കുട്ടികളെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒരു യുവതിയുടെ പൂക്കളിനകത്തൂടെ കുന്തം പോലെ കുത്തിക്കയറ്റി അകത്തെ കുടലെല്ലാം മുറിക്കുമോ? പറ, മുറിക്കുമോ? ഉറക്കെ പറ, മുറിക്കുമോ? മുറിക്കും, മുറിക്കും, മുറിക്കും. നിങ്ങൾ എന്ത് വായിലിട്ടാൽ, ശംഭു വായിലിട്ടാൽ, നിങ്ങൾ ലഹരി ഉപയോഗിച്ചാൽ, നിങ്ങൾ ബിയർ കുടിച്ചാൽ, നിങ്ങൾ മദ്യം കുടിച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമാണെന്ത്? ലോകത്തിലെ ഏറ്റവും വിലയേറിയ സാധനമാണെന്ത്? ദ സ്പേസ് ബിറ്റ്വീൻ 2 ഇയേഴ്സ്. 2 ചെവികളുടെ ഇടയിലുള്ള സ്ഥലം, ഹ്യൂമൻ ബ്രെയിൻ. ലോകത്തിലെ ഏറ്റവും നല്ല ക്യാമറ ഏത്? നമ്മുടെ കണ്ണ്. ലോകത്തിലെ ഏറ്റവും വലിയ മെഷീൻ ഏത്? ഹ്യൂമൻ ഹാർട്ട്. 90 വയസ്സായാലും 1 മിനിറ്റിൽ 72 പ്രാവശ്യം കൃത്യമായിട്ട് ടിക് ടിക് അടിച്ച് മിടിച്ചോണ്ടിരിക്കും. പെർഫെക്റ്റ് മെഷീൻ, ഹ്യൂമൻ ഹാർട്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് മെഷീൻ. പക്ഷേ ഈ തലച്ചോറിനെയും ഹൃദയത്തിനെയും എല്ലാം തകർത്ത് കളയും എന്ത്? ലഹരി. ഒരു വലിയായാൽ എന്തൊരു രസമേ, 2 അതിലും രസമേ, 3 രസമൊരു രസമേ, 4 വലിപ്പിച്ചിടും. 1 വലിച്ച് 2 വലിച്ച് 3 വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയാതെ വലിച്ചു പോകും. അങ്ങനെ വലിച്ച് 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 ജീവിതം വലിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, 1994 KCSL ഞാൻ സെന്റ് മേരീസിലെ കുട്ടികളെ വന്ന് ഈ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് 1994 ഏകദേശം 31 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്ന കുട്ടികളെ, KCSL കുട്ടികളെ ഈ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയായാൽ എന്തൊരു രസം, 2 അതിലും രസം, 3 രസമൊരു രസമേ, 4 വലിപ്പിച്ചിടും. വലിച്ചു വലിച്ച് ജീവിതം വലിച്ചു പോവും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതുകൊണ്ട് സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്നൊന്നും മുട്ടായി ഒന്നും മേടിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? കഴിക്കരുത്. സ്വീറ്റ്സ് ഒക്കെ തിന്നുവാണെങ്കിൽ നല്ല ചോക്ലേറ്റ് എന്ത് ചെയ്യാവൂ? തിന്നാവൂ. ജ്യൂസോ എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടുമ്പോൾ ടേസ്റ്റിൽ അങ്ങനെ വ്യത്യാസം തോന്നിയാൽ കുടിച്ച് തീർക്കരുത്. നമ്മൾ അറിയാതെ നമ്മളെ ലഹരിക്ക് അടിമകളാക്കുന്ന ഒത്തിരി കലാപരിപാടികളുണ്ട് ഈ ലോകത്തിൽ. അതുകൊണ്ട് നിങ്ങളുടെ തല, അമ്മ വരുമ്പോൾ അമ്മയോടുള്ള സ്നേഹം, മകള് വരുമ്പോൾ മകളോടുള്ള സ്നേഹം, ഫ്രണ്ട് വരുമ്പോൾ ഫ്രണ്ടിനോടുള്ള സ്നേഹം, ഭാര്യ വരുമ്പോൾ ഭാര്യയോടുള്ള സ്നേഹം, സഹോദരി വരുമ്പോൾ സഹോദരിയോടുള്ള സ്നേഹം, ടീച്ചർ വരുമ്പോൾ ടീച്ചറിനോടുള്ള സ്നേഹം. എവിടെ നിന്നാണ് ഇത് വരുന്നത്? ഹ്യൂമൻ ബ്രെയിൻ. അൺബിലീവബിൾ ആണ്. ഒരു സ്ഥലത്ത് നിന്ന്, ഒരു പുഴയിൽ നിന്ന് 7 രുചിയുള്ള വെള്ളം ഒഴുകുമോ? ഒഴുകും, ഒഴുകും. നമ്മുടെ തലയിൽ നിന്ന് ഒരു പുഴയിൽ നിന്ന് 7 രുചിയുള്ള വെള്ളം ഒഴുകും തലയിൽ നിന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അമ്മയോട്, അമ്മ വരുമ്പോൾ അമ്മയോടുള്ള സ്നേഹം തലയിലൊക്കെ തൊട്ട് വന്നിക്കും. മകള് വരുമ്പോൾ തലയെ കൈവച്ച് അനുഗ്രഹിക്കും, മകളോടുള്ള സ്നേഹം. ഫ്രണ്ട് വരുമ്പോൾ കൂട്ടുകാരിയോടുള്ള സ്നേഹം. ടീച്ചറിന്റെ അടുത്ത് വരുമ്പോൾ ടീച്ചറിനോടുള്ള സ്നേഹം തലയെ തൊട്ട് വന്നിക്കും. ഭാര്യ വരുമ്പോൾ ഭാര്യയ്ക്ക് ഒരു മുത്തം കൊടുക്കും നെറ്റിയിലെ, ഭാര്യയോടുള്ള സ്നേഹം.
ബ്രെയിനിൽ നിന്ന് പല നദികൾ ഒഴുകുമോ? ഒഴുകും. നമ്മുടെ ബ്രെയിനിൽ നിന്ന് അത് തകർത്ത് കളയും. എന്ത്? ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമ്മയാണോ മോളാണോ ഭാര്യയാണോ എന്നൊന്നും മനസ്സിലാവത്തില്ല. അതാണ് ലഹരിയുടെ പ്രത്യേകത. നമ്മുടെ തല തകർത്ത് കളയും. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്, ഏറ്റവും വലിയ റിസോഴ്സ് നമ്മുടെ ബ്രെയിനാണ്. അതിനെ തകർത്ത് കളയും. അതുകൊണ്ട് ലഹരിക്കിൽ drugs before it kills you. എഴുതി വെച്ചോ, അടുത്ത പോയിന്റ് ആണ്. Kill drugs before it kills you. അപ്പൊ നമുക്ക് അടുത്ത be the change that you want to see in the society എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാ ഗാന്ധി. സമൂഹത്തിൽ എന്ത് മാറ്റം കാണണമോ അത് ആദ്യം ആരിൽ കാണണം? നമ്മളിൽ കാണണം. ഞാനൊരു റൂള് പറഞ്ഞില്ലേ, ക്ലാസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുതെന്ന്. ചെക്ക് ചെയ്ത് നോക്കിക്കോ, പറ്റുന്നുണ്ടോ? ചെക്ക് ചെയ്ത് നോക്കിക്കോ. Be the change. ഒരു ക്ലാസ് കേൾക്കുവാണെങ്കിൽ വേറെ ആരോടും സംസാരിക്കാതെ അതിൽ തന്നെ ശ്രദ്ധിച്ച് മൊത്തം സ്പോഞ്ച് പോലെ പിടിച്ചെടുത്ത് മനസ്സിലാക്കാൻ പറ്റുമോ? Be the change. മാറ്റം നമ്മളിൽ തുടങ്ങണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി. എന്റെ ചോദ്യം ഇതാണ്, നന്നായിട്ട് നിരീക്ഷിക്കണം, നല്ല ശ്രദ്ധ വേണം. ശ്രദ്ധവാൻ ഗുണവാനായിട്ട് മാറും, ശ്രദ്ധയുള്ളവൻ ഗുണവാനായിട്ട് മാറും. ശ്രദ്ധിക്കണം, സ്പോഞ്ച് പോലെ നല്ലപോലെ വീഡിയോ ശ്രദ്ധിക്കണം. ആ സമയത്ത് അടുത്തിരിക്കുന്നവർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കരുത്, ഫോക്കസ് വേണം. യോദ്ധ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കൊച്ചുകുട്ടി ഒരു ഗ്ലാസിനെ നോക്കുമ്പോൾ ആ ഗ്ലാസ് എന്ത് ചെയ്യും? നിൽക്കും. മെഡിറ്റേഷൻ ചെയ്യുന്ന ചില ആളുകൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, പത്മാസനത്തിൽ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തറയിൽ എന്ത് ചെയ്യും? ഉയരും. കോമഡി അല്ല ഒന്നും. കാരണം നമ്മളൊരു സ്പിരിച്വൽ ബീയിങ് ആണ്. ഈ ശരീരത്തിൽ താമസിക്കുന്നതേ ഉള്ളൂ. ശരീരത്തിനെക്കാട്ടിലും പവർഫുൾ ആയിട്ടുള്ള സാധനം അകത്തുണ്ട്. ഞാനിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു വീട് കഴിഞ്ഞ് എൻ്റെ ശരീരത്തെ നോക്കി എല്ലാവരും എന്തോ പറയും? ജോജു കിടക്കുന്നെന്ന് പറയുമോ? ഇല്ല, ജോജു പോയി. എന്ത് കിടക്കുന്നു? ജോജുവിന്റെ ബോഡി കിടക്കുന്നേ പറയും. ശരീരത്തെക്കാട്ടിലും കുറച്ചുകൂടെ മെച്ചമായ സംഭവം ഉണ്ട്. അതുകൊണ്ട് കറുത്ത നിറം പ്രശ്നമില്ല, മുടി ചുരുണ്ടാ പ്രശ്നമില്ല, മുടി കോലമുടി ആയാൽ പ്രശ്നമില്ല, നീളം കുറഞ്ഞാൽ പ്രശ്നമില്ല, മുഖക്കുരു ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, പൊക്കം ഉണ്ടെങ്കിൽ പൊക്കം കുറഞ്ഞാലും പ്രശ്നമില്ല. രാമേശ്വരം കടൽ തീരത്തെ കോലം മുടിക്കാരൻ കറുത്ത കുട്ടി, പൊക്കമൊന്നുമില്ലായിരുന്നു, ഭയങ്കര ദാരിദ്ര്യം, പട്ടിണി, സ്കൂളിൽ പോയി പഠിക്കാൻ വേണ്ടി പൈസ ഇല്ല. അതുകൊണ്ട് പെണ്ണുള്ള വള പണയം വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് പോയി പഠിച്ചത്. അവസാനം അവിടെ നിന്ന് റാങ്കോട് കൂടെ പാസ്സായി. അത് കഴിഞ്ഞ് അടുത്ത ലെവലിലെല്ലാം കയറി ഇന്ത്യയുടെ പ്രസിഡന്റായി, വിങ്സ് ഓഫ് ഫയർ എഴുതി, ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷണൽ സ്പീക്കറായി, എഴുത്തുകാരനായി, ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രസിഡന്റായിട്ട് മാറി. എന്നിട്ട് മനോഹരമായി ഒരു ഓട്ടോബയോഗ്രഫി എഴുതി. എന്താ എന്റെ പേര്? വിങ്സ് ഓഫ് ഫയർ. എത്ര പേര് വായിച്ചിട്ടുണ്ട്? വായിച്ചാൽ നമ്മുടെ ഉള്ളിലും എന്ത് ചെയ്യും? തീ പിടിക്കും. പുസ്തകം മാത്രം വായിച്ചാൽ പോരാ, അതിന്റെ ആമുഖം വായിക്കണം. ആമുഖത്തിൽ എഴുതി വെച്ചിരിക്കുവാണ്, പട്ടൺ സെന്റ് മേരീസ് സ്കൂളിലെ 1300 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ പറ്റി ആ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 2025 പട്ടൺ സെന്റ് മേരീസിലെ 1300 വിദ്യാർത്ഥികളെ പറ്റി പ്രിഫസിനകത്ത് ആരെഴുതി? ഡോക്ടർ APJ അബ്ദുൽ കലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയേക്കുന്നതെന്ന് അറിയാമോ? ഇത് ഞാൻ ചെയ്തതല്ല, ഞാൻ ചെയ്ത വർക്കുകളൊന്നും ആര് ചെയ്തതല്ല, ഞാൻ ചെയ്തതല്ല. ആര് ചെയ്യിപ്പിച്ചതാ? ദൈവം ചെയ്യിപ്പിച്ചതാ. യാതൊരു സാധ്യതയുമില്ലാത്ത പട്ടിണി പാപമായ രാമേശ്വരം കടൽ തീരത്തെ ഈ മുക്കുവ ബാലന്, കറുത്ത നിറമുള്ള കോലം മുടിക്കാരൻ, കാണാൻ അഴകില്ലാത്ത ഈ വെറും കൊച്ചു കലാമിനെ കൊണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റായി, ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റായി, ടെക്നോളജി വിദഗ്ധനായി, എഴുത്തുകാരനായി, മോട്ടിവേഷണൽ സ്പീക്കറായി മാറ്റിയതിലൂടെ ഇത് ചെയ്തത് ഞാനല്ല, ദൈവമാണ് ചെയ്തത്. എന്തിന്? 2025 പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന 1300 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഇതിന് മുകളിൽ കയറാൻ പറ്റും എന്ന് തെളിയിക്കാൻ വേണ്ടി ദൈവം രാമേശ്വരം കടൽ തീരത്തെ യാതൊരു സാധ്യതയുമില്ലാത്ത കൊച്ചു കലാമിനെ കൊണ്ട് ചെയ്യിച്ചതാണിത്. ഞാൻ ചെയ്തതല്ല, ദൈവം എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. 2025 1300 10ാം ക്ലാസ് സെന്റ് മേരീസിലെ വിദ്യാർത്ഥികൾക്ക് ലഹരിയോടൊക്കെ നോ പറഞ്ഞ് ഫുൾ ടൈം ഷോർട്സ് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് പകരം ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ വായിച്ച് പഠിച്ച്, മറ്റ് പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് വലിയ ആകാശം വരെ ഉയരാൻ പറ്റുമെന്ന് തെളിയിക്കാൻ വേണ്ടി കൊച്ചു കലാമിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചതാണിതെല്ലാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ,
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാറ്റം എവിടെ തുടങ്ങണം? നമ്മളിൽ തുടങ്ങണം. എവിടെ തുടങ്ങണം? നമ്മുടെ ക്ലാസ്സിലെ ശ്രദ്ധയിൽ തുടങ്ങണം. ശ്രദ്ധയിൽ. നിങ്ങൾ ഇങ്ങനെ 1300 പേര് പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിട്ടിരിക്കുന്നത് പെർഫെക്റ്റ്. ശ്രദ്ധയുണ്ട്, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് സാധിക്കും. Can you draw a rectangle with 3 lines? പറ്റുമോ? പറ്റും. സിമ്പിൾ ആണ്. റെക്ടാങ്കിൾ വരച്ച് 3 വര ഇട്ടാൽ മതി. Can you draw a rectangle with 3 lines എന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റുമോ? പറ്റും. നോ എന്നാണ് ഉത്തരം. ഒന്ന് ആലോചിച്ചാൽ കിട്ടും. Can you draw a line, write the first letter and last letter of your name in the beginning and at the end of the line എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ വര യു എന്ന് എഴുതുമോ? അതോ ജെ യു വര ജെ യു എന്ന് എഴുതുമോ? പറ്റും, പറ്റും, പറ്റും. കലാം പറഞ്ഞത് ശ്രദ്ധിച്ചാൽ, ശ്രദ്ധയുണ്ടെങ്കിൽ. നിങ്ങളിങ്ങനെ പോകുന്ന വഴികളിലൊക്കെ നിങ്ങൾക്ക് കുഞ്ഞു പൊതിയോ ലഹരിയോ അങ്ങനെയുള്ള സാധനങ്ങളോ ശംഖുവോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് പാർട്ടിക്ക് കുടുംബം ബിയറോ ഒക്കെ തരുവാണെന്നുണ്ടെങ്കിൽ നോ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റും, പറ്റും എന്നാണ് കലാം ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത്. നന്മ ചെയ്ത് പോണം. അമ്മ 6 നെത്തോലി കൊടുത്തു വിട്ടു. എന്നിട്ട് അമ്മ പറഞ്ഞു 6 നാട്ടുകാർക്ക് വിതരണം ചെയ്തിട്ട് ഇനി വന്നേരെ, കൊല്ലുന്നുണ്ടേ ഞാൻ. ഇതാ അമ്മ നമ്പർ 1. രണ്ടാമത്തെ അമ്മ 6 നെത്തോലി കൊടുത്തിട്ട് പറഞ്ഞു 3 നെത്തോലി നിനക്ക്, 3 എണ്ണം 3 കൂട്ടുകാർക്ക് ഓരോന്ന് കൊടുക്കണം. കുറച്ച് മാതാപിതാക്കന്മാരൊക്കെ പുറകിൽ ഇരിപ്പുണ്ട്. അമ്മ ഫോം ചെയ്യുക കുഞ്ഞിനെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നന്മ ചെയ്ത് ജീവിതയാത്ര കടന്നു പോകണം. നന്മ ചെയ്ത് കടന്നു പോകണം. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ നന്മ ചെയ്ത് കടന്നു പോകണം. ഒരു കാര്യം പെട്ടെന്ന് ഓർത്തത് പറയാം. കൽക്കരി ഖനി, സ്വർണ്ണ ഖനി, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മണ്ണിങ്ങനെ കുഴിച്ച് കുഞ്ഞു ഓട്ട ഉണ്ടാക്കി അതിനകത്തോട്ട് ഇറങ്ങിപ്പോയി മണ്ണും ഒക്കെ വാരിക്കൊണ്ട് വരണം. അപ്പം അത് വലിയ ആളുകൾക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ ആരാ പോകുന്നത്? കൊച്ചു കുട്ടികളെയാ വിടുന്നത്. പെട്ടെന്ന് ചിലപ്പോൾ മഴ പെയ്ത് ഈ കുഴിയിൽ അങ്ങ് വെള്ളം നിറയും. അതിനകത്തിരുന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു പോകും. പലതവണ ഈ കുഴികൾ ഇടിഞ്ഞു വീഴും. അതിനകത്തിരുന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു പോകും. അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളുണ്ട് ഈ ലോകത്ത്. തമിഴ്നാട്ടിലൊക്കെ ഒത്തിരി കുട്ടികൾ ഹോട്ടലുകളിലൊക്കെ മേശ തുടയ്ക്കാൻ നിൽക്കുക. 8ലും 9ലും ഒക്കെ പഠിക്കേണ്ട കുട്ടികൾ. അനേകം കുട്ടികൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പാടത്ത് നിന്ന് പണിയുക, സ്കൂളിൽ പോകുന്നില്ല. അച്ഛനും അമ്മയും പറയുക സ്കൂളിൽ പോകണ്ട, കൂടെ നിന്ന് പണിഞ്ഞോളാൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പക്ഷെ നമുക്ക് വരാൻ പറ്റി, പഠിക്കാൻ പറ്റി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നമ്മുടെ ജീവിതയാത്ര മനോഹരമായ രീതിയിൽ നമുക്ക് തുടങ്ങാം. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നോ, ഒന്ന് കണ്ണുകൾ അടച്ചോ. നമുക്കൊരു തീരുമാനമെടുക്കാം. അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യുവാണ്. നമുക്കൊരു തീരുമാനമെടുക്കാം. കൈകൂപ്പി കണ്ണുകൾ അടച്ച് നമുക്കൊരു തീരുമാനമെടുക്കാം. എല്ലാവരും പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിട്ട് നിൽക്കണം. എൻ്റെ 10 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഭാവിയിൽ എൻ്റെ ജോലികളുടെ എല്ലാ ഇൻ്റർവ്യൂവിനും ഞാൻ ആദ്യം കാണിക്കേണ്ടത് എൻ്റെ 10ൻ്റെ മാർക്കാണ്. നന്നായിട്ട് പഠിച്ച് അന്നുള്ള പാഠങ്ങൾ അന്നൊന്ന് തന്നെ പഠിച്ച് ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ അന്നേരം തന്നെ മനസ്സിൽ ആക്കി ഞാൻ മുന്നോട്ട് നീങ്ങും. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണ് നനയിക്കത്തില്ല. എൻ്റെ അധ്യാപകരെ ഇരട്ടപ്പേര് വിളിക്കത്തില്ല. ആരെ ഇരട്ടപ്പേര് വിളിക്കത്തില്ല. എടാ പോടാ നീ ഒന്നും വിളിക്കത്തില്ല. സഭ്യമായിട്ട് എല്ലാവരെയും പേര് വിളിച്ച് ഞാൻ ഒരു ജെന്റിൽമാനാണ്, ഞാനൊരു സൂപ്പർ മിടുമിടുക്കി പെൺകുട്ടിയാണ് എന്ന് ഞാൻ തെളിയിക്കും. ലഹരി, മദ്യം, മയക്കുമരുന്ന്, ശംഭു ഒരു കാരണവശാലും ഞാൻ പിടികൂടത്തില്ല. ഇതിനകത്തൊന്നും വീഴത്തില്ല. ആരെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയാൽ തിരിച്ച് ഉടനെ ചെന്ന് അടിക്കത്തില്ല. സോഫ്റ്റായിട്ടേ പ്രതികരിക്കും, ശാന്തമായിട്ടേ പ്രതികരിക്കും. പഠിച്ച് ഞാൻ നല്ല നിലയിലെത്തും. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ 3 സമ്മാനങ്ങൾ കൊടുക്കും. അവരെ കണ്ണ് നനയാൻ ഇടവരുത്തില്ല. നല്ല റിസൾട്ട് വാങ്ങിച്ചു കൊടുക്കും. എല്ലാവരുടെയും മുമ്പിൽ നല്ല കുഞ്ഞാണെന്ന് പേര് കേൾപ്പിക്കും. കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പ്രചോദനം കിട്ടുന്നവരൊന്ന് കൈ ഉയർത്തിട്ടോ പ്ലീസ്. ഈ കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ട് ചെയ്യുമെന്ന് പ്രചോദനം കിട്ടുന്നവർ നല്ലപോലെ കൈ ഉയർത്തിക്കും. കണ്ണടച്ച് തന്നെ വെച്ചോ, ആരും കണ്ണുറക്കണ്ട. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിർത്താം. കൈ താത്ത്, കൈ കൂപ്പി. വെരി ഗുഡ്. എല്ലാവരും തന്നെ കരുണാമയനായ ജഗദീശ്വര ദൈവമേ,
വരികളിലുള്ളത് വായിച്ച് വരികളുടെ ഇടയിലുള്ളത് കൂടെ കണ്ടെത്തി വരികളുടെ മുകളിലേക്ക് പറക്കുന്നതാണ് വിദ്യാഭ്യാസം. ശരീരത്തിൻ്റെ ബെസ്റ്റ് പുറത്തെടുക്കുന്നത്, മനസ്സിൻ്റെ ബെസ്റ്റ് പുറത്തെടുക്കുന്നത്, ആത്മാവിൻ്റെ ബെസ്റ്റ് പുറത്തെടുക്കുന്നതാണ് വിദ്യാഭ്യാസം. ക്രിയാത്മകമായ ഒരു ശരീരം ഡെവലപ്പ് ചെയ്യുന്നതും അതിൽ സന്തുലിതമായ ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്യുന്നതുമാണ് വിദ്യാഭ്യാസം. എൻ്റെ ജീവിതത്തിൻ്റെ വളരെ ഗൗരവമായ പുതിയൊരു ചാപ്റ്റർ തുറക്കുമ്പം ഡേ 1 മുതൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കഠിനാധ്വാനം ചെയ്യാൻ എല്ലാവരെയും സഹായിച്ച് സുഹൃത പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ കരുണാവാരിധിയായ ദൈവമേ, അങ്ങയുടെ കരങ്ങൾ ഞങ്ങളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചാലും ഞങ്ങളുടെ അധ്യാപകരുടെയും മാതാപിതാക്കന്മാരുടെയും മുമ്പിൽ തല വണങ്ങി ആത്മന അവരുടെ പാദങ്ങളിൽ തൊട്ട് വണങ്ങി ഞങ്ങളുടെ പഠനം തുടങ്ങുവാൻ ഞങ്ങളെ ആശീർവദിച്ചാലും ഒരു നല്ല കൂട്ടുകാരനായി ഈ 10ലും മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ മുഴുവൻ ഞങ്ങളുടെ കൂടെ നടന്നാൽ പുസ്തകങ്ങളോട് നല്ല വീഡിയോസ്, മോട്ടിവേഷൻ, നല്ല വായനകൾ, പത്രവായന, നല്ല കാര്യങ്ങൾക്ക് വാ ഇതിലേ എന്ന് പറഞ്ഞ് ഞാൻ വാതിൽ തുറന്നു കൊടുത്തു. ശംഭു തെറ്റായ കൂട്ടുകെട്ട്, ശനിയാഴ്ച ഒരുമിച്ച് കൂടി കുളത്തിൽ നീന്താൻ പോകുന്നത്, മോശം വീഡിയോസ് കാണുന്നത്, പെട്ടെന്ന് വഴക്കൂടി അടി കൂടുന്നത്, ഹോംവർക്ക് ചെയ്യാൻ മറക്കുന്നത്, മടിക്കുന്നത്, സിനിമ ഭ്രാന്തനാകുന്നത്, ക്രിക്കറ്റ് ഭ്രാന്തനാകുന്നത്, മതി ഇതിലേ എന്ന് പറഞ്ഞ് ഞാൻ ഇതിനെല്ലാം മതിൽ കെട്ടും. സർവനന്മ സ്വരൂപിയായ സ്നേഹമായ ദൈവമേ, ഞങ്ങളെ ആശീർവദിച്ചാൽ. താങ്ക് യു. സിറ്റ് ഡൗൺ. പ്രിയപ്പെട്ട നെൽസൺ അച്ഛന്, റാണി ടീച്ചറിന്, നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രിയപ്പെട്ട കുഞ്ഞു മാലാക കുഞ്ഞുങ്ങൾ 1200 1300 കുട്ടികൾക്ക്, ടീച്ചേഴ്സിന്, പേരൻസിനെല്ലാം എൻ്റെ അഭിവാദനങ്ങൾ. അത്ഭുതകരമായ ഒരു അച്ചടക്കത്തിലാണ് കുഞ്ഞുങ്ങൾ ഇരുന്നത്. എനിക്കിത് വലിയൊരു ഭാഗ്യമായി പോയി അച്ഛാ. ഞാൻ ഒത്തിരി തവണ ആഗ്രഹിച്ചിട്ടുണ്ട് പിള്ളേരെ എങ്ങനെ ഒരുമിച്ച് അഭിസംബോധന ചെയ്യാൻ ഒരവസരം കിട്ടിയില്ലെങ്കിൽ നിന്ന്. ഞാൻ കുഞ്ഞുങ്ങൾക്ക് പ്രചോദനമായിട്ട് മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഓരോ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇടും. നിങ്ങൾ ഡോക്ടർ ജോജു ജോൺ മാജിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ചാനൽ നോക്കണം. എങ്ങനെ പഠിക്കണം, എങ്ങനെ ഓർക്കണം. 1500ഓളം വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ജീവിത വിജയത്തിൻ്റെ 8 കുറിപ്പുകൾ ഞാനൊരു കാർഡായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് ടീച്ചേഴ്സിനെ ഏൽപ്പിക്കാം. നിങ്ങൾ ആ 8 കാര്യങ്ങൾ വായിച്ചു നോക്കണം. പരസ്പരം ഓർക്കാം, സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലത് വരട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. പ്രിയ ബഹുമാനപ്പെട്ട നെൽസൺ അച്ഛ, പ്രിയപ്പെട്ട റാണി ടീച്ചർ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയും മോട്ടിവേഷണൽ സ്പീക്കറുമായിരുന്ന ഡോക്ടർ ജോജു ജോൺ, കഴിഞ്ഞ 1.5-2 മണിക്കൂർ എങ്ങനെ കടന്നുപോയി എന്ന് കുഞ്ഞുങ്ങളോ ഞങ്ങൾ അധ്യാപകരോ ഒന്നും അറിഞ്ഞില്ല. കാരണം സാറിൻ്റെ അത്രമേൽ എനർജറ്റിക് ആയിട്ടുള്ള, സ്ട്രെയിറ്റ് ടു ദ ഹാർട്ട് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സെഷനായിരുന്നു. 2 മാസത്തെ അവധിക്കാലം കഴിഞ്ഞ് 10ാം ക്ലാസ് എന്ന വലിയ കടമ്പയുടെ ആദ്യത്തെ പടവിലെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ നല്ലൊരു മെസ്സേജ് ലഭിക്കാനുണ്ടോ മക്കളെ? സാർ പറഞ്ഞു തുടങ്ങിയത് പ്രാർത്ഥനയാണ്. 2, ശ്രദ്ധയുള്ളതിനെ ഗുണവാനാകൂ എന്ന്. യെസ്, നിങ്ങളുടെ പ്രായത്തിൽ ഏറ്റവും അധികം വേണ്ട 2 കാര്യങ്ങൾ പറഞ്ഞാണ് സാർ തുടങ്ങിയത്. പ്രാർത്ഥനയും ശ്രദ്ധയും. പിന്നീട് പറഞ്ഞു വായിച്ചു വളരണം, ജാഗ്രതയുണ്ടാവണം. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്യണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലഹരി, നിങ്ങളെ വലയിലാക്കാൻ ശ്രമിക്കുന്ന ആ വിപത്തിനെതിരെ ജാഗ്രതയുണ്ടാവണമെന്ന് ഈ ആദ്യത്തെ ഡേ 1 സാർ ഓർമ്മിപ്പിച്ചു തന്നു. പിന്നെ മാറ്റം വേണ്ടേ മക്കളെ? തീർച്ചയായും മാറ്റം അനിവാര്യമാണ്. 9ാം ക്ലാസ് വരെ നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല. സാർ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞു, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. നന്നായി തുടങ്ങിയാൽ നമുക്ക് നന്നായി പൂർത്തിയാക്കാം. മാറ്റത്തിൻ്റെ ബി ദ ചേഞ്ച്, ഐ എം ദ ചേഞ്ച് എന്ന് പറയാൻ നമ്മളെ പ്രോത്സാഹിപ്പിച്ച, നമുക്ക് പ്രചോദനം തന്ന കുഞ്ഞുമക്കൾ ഓരോരുത്തരും അനുഗ്രഹമാകണം, ബ്ലെസ്സിങ് ആകണം. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണു നിറയ്ക്കരുത് എന്ന് പറഞ്ഞ് എണ്ണിയാൽ തീരാത്ത പോസിറ്റീവ് മെസ്സേജുകൾ തന്ന ജോജു ജോൺ സാറിന് പട്ടം സെന്റ് മേരീസ് കുടുംബം ഒന്നടങ്കം, അധ്യാപകരും ക്ലാസ് ടീച്ചേഴ്സും പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും
ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം സാറ് പറഞ്ഞ രീതിയിൽ സാറിന് നമുക്ക് തിരിച്ച് മനോഹരമായി 1, 2, 3 ക്ലാപ്പ് കൊടുക്കാൻ കുഞ്ഞുങ്ങളെ. കേട്ടത് ചെവിയിൽ കൂടി കയറ്റി കളയാനല്ല, ഹൃദയത്തിൽ സൂക്ഷിക്കുക. നല്ലൊരു വർഷം, നല്ല അധ്യയന ദിവസങ്ങൾ, നല്ല കുഞ്ഞുങ്ങളാവാനുള്ള പ്രചോദനം എല്ലാം ആശംസിച്ചുകൊണ്ട് ഏവർക്കും ഒരു വട്ടം കൂടി നന്ദി പറഞ്ഞുകൊണ്ട്